My dearest sisters and brothers, I'm always happiest when I'm in Wayanad. ഈ വേദിയിലുള്ള ഏറ്റവും പ്രിയങ്കരായ നേതാക്കന്മാരെ, UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, എനിക്ക് ഈ വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ ഏറ്റവും സന്തോഷവതിയായ ഒരാളാണ്. My brother Rahulji used to tell me, whenever I used to work in UP most of the time, so I didn't come here very much to the south and especially to Kerala. But whenever he used to come back, he used to tell me, I feel very happy. I love going to Wayanad. And to be honest, I couldn't understand how come he is so happy. Now I understand. ഞാൻ കൂടുതലായിട്ട് ഉത്തർപ്രദേശിലായിരുന്നു നേരത്തെ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലായിരുന്നു എൻ്റെ പ്രവർത്തനം. രാഹുൽജി, എൻ്റെ സഹോദരൻ, ഇവിടെ നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ എപ്പോഴും എന്നോട് പറയും, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അപ്പം ഞാൻ വിചാരിക്കും, എന്താണ് ഇത്ര വലിയ സന്തോഷം ഉണ്ടാവാനായിട്ട്? സാധാരണ എല്ലായിടത്തും പോകുന്ന പോലെ ഒരു സ്ഥലം എന്ന് വിചാരിച്ചു. പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധി പറഞ്ഞ സന്തോഷം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. Your land is like a jewel. നമ്മുടെ ഈ നാട് ഒരു രത്നം പോലെയാണ്. You have everything here. ഇവിടെ എല്ലാം ഉണ്ട്. And more than anything else, you have the most beautiful, hardworking, intelligent, educated people, which are the biggest asset of Kerala. മറ്റെല്ലാത്തിനേക്കാളും കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത്, ആസ്തി എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസപരമായ ഉന്നതിയിൽ നിൽക്കുന്ന വളരെയധികം നല്ല ഒരു യുവത്വവും ജനങ്ങളും ഇവിടെ ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ ആസ്തി. And I have now been your MP for about 1.5 years. ഞാനിപ്പോൾ ഏകദേശം 1.5 വർഷമായിട്ട് നിങ്ങളുടെ ജനപ്രതിനിധിയാണ്, MP എന്ന നിലയിൽ. What I have experienced here is just complete love from all of you. Wherever I go, I'm always just so touched by the way you receive me. You have taken me into your family, just like you took Rahul into your families. ഞാൻ എവിടെ പോകുമ്പോഴും എനിക്ക് നിങ്ങൾ തരുന്ന സ്നേഹം എന്നെ ഏറ്റവും അധികം സ്പർശിക്കാറുണ്ട്. നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണോ നിങ്ങൾ നൽകിയ സ്നേഹം, അതുപോലെ എവിടെ ചെന്നാലും നിങ്ങൾ നൽകുന്ന ആ അകമഴിഞ്ഞ സ്നേഹം എന്നെ തീർച്ചയായും എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കാറുണ്ട്. So when I go for election campaigning, I give speeches. And I'm not very good at the English speeches. I'm better at the Hindi speeches, I think. But I don't want to give you a long lecture. അതുകൊണ്ട് എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലായിടത്തും പോകുമ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ ഞാൻ അത്തരത്തിൽ വലിയ ഇംഗ്ലീഷിൽ അത്ര അധികം പ്രസംഗിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. എനിക്ക് കുറെ കൂടി വഴങ്ങുന്നത് ഹിന്ദിയാണ്. പക്ഷേ എനിക്ക് ഇവിടെ സംസാരിക്കുമ്പോഴും വലിയ കാര്യമായിട്ടുള്ള ഒരു നീണ്ട പ്രസംഗമൊന്നും വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Most things I can tell you, you probably understand much better than me already. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. Especially when it comes to your own daily struggles and the difficulties that you face, the problems that you face. പ്രത്യേകിച്ച് നിങ്ങൾ ദിവസവും എന്ന രീതിയിൽ അനുഭവിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ കഷ്ടതകൾ, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതെല്ലാം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവുന്നതാണ്. I have my own understanding by meeting all of you, by hearing all your issues. And on my many trips through Nilambur, I have met dairy farmers, for example. We had a long 2-hour discussion, and they told me how at one time, by doing dairy farming, they were well off, they could sustain their families and make a good living. Whereas today, they are in grave difficulty. The subsidies they get from the government are not enough. They can't even look after if the animal falls sick, they have major problems. So it's become difficult to make a living for them. ഞാൻ ഇവിടെയുള്ള ആൾക്കാരോട് സംവദിക്കുമ്പോൾ അവരുടെ എല്ലാ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഒട്ടേറെ മനുഷ്യരായിട്ട് ഞാൻ കഴിഞ്ഞ കാലങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നിലമ്പൂരെ ക്ഷീരകർഷകർ, ആ ക്ഷീരകർഷകരായിട്ട് ഏകദേശം 2 മണിക്കൂറോളം അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞാനിന്ന് കേട്ടു. അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് സബ്സിഡികൾ ലഭിക്കാത്ത സാഹചര്യം, അതുപോലെ തന്നെ അവരുടെ കന്നിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന രീതിയിൽ അവരെല്ലാവരും അനുഭവിക്കുന്ന വിഷമതകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. I met so many farmers who are saying that it's become difficult to earn a living because of the man-animal conflict, because of so many other problems where the government is not giving enough support. So again, while at one time if they did farming they would make a good living, today it's become difficult for them. അതുപോലെ തന്നെയാണ് നമ്മുടെ കാർഷിക രംഗം. ആ കാർഷിക രംഗത്തും അവർ അനുഭവിക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ്.
ഈ മനുഷ്യ വന്യമൃഗ സംഘർഷത്തിൽ നിന്ന് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അവർ കാലത്ത് വളരെ നന്നായിട്ട് കൃഷി ചെയ്ത് ജീവിച്ചവർക്ക് ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഇന്ന് പോയിരിക്കുന്നത്. അവർക്കും സർക്കാരിൻ്റെ സംരക്ഷണം ഒന്നും ലഭിക്കുന്നില്ല എന്ന പരാതികളുണ്ട്. I've gone into the jungles and seen how the tribal communities are living. I've met the Chola Nayakas, seen how they are still living in caves, and how if they fall sick or they have a health problem, it's very difficult for them to access any facility at all. ഞാൻ അതുപോലെ തന്നെ ആദിവാസി മേഖലകളിൽ ഞാൻ പോയിരുന്നു, ഉൾവനത്തിൽ പോയിരുന്നു. പ്രത്യേകിച്ച് ഈ നിലമ്പൂരിലുള്ള ചോലനായ്ക്കർ ഉന്നതിയിൽ ഉൾപ്പെടെ ഞാൻ പോയിരുന്നു. അവരിപ്പോഴും ഗുഹകളിൽ താമസിക്കുന്നവരാണ്. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അവർക്ക് ചികിത്സ ലഭിക്കുന്നതിനുൾപ്പെടെ അവർക്ക് ഉള്ള ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് അവരെന്നോട് പറയുകയുണ്ടായി. Last time I was here, I went to a pottery village and they also told me their own specific problems. And if I look at, on the whole, if I look at every community, everybody is facing struggles. Everybody is having a more difficult time trying to earn than they had before. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടുത്തെ നിലമ്പൂർ കുമ്പാര അവിടുത്തെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ കോളനിയിൽ പോയിരുന്നു. ആ വിഭാഗങ്ങൾക്കും വലിയ പ്രശ്നങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും കുറേയധികം വിഷമതകളിലൂടെ അവരുടെ പ്രശ്നങ്ങളിലൂടെയാണ് അവരെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. And for us whom you elect as your representatives from the opposition parties like me and Aryandanji, it's truly frustrating because we want to do work. We want to solve the problems. We want to help you. We want to support you. But beyond a point, unless we have support from the state government, from the central government, it becomes difficult. We'll try our best, but something will get stuck at the level of the state government. And I personally, in my experience, have seen over the last 1.5 years, I've written so many letters, I've asked to speak to them on so many little issues in Wayanad. Somewhere there's a road, somewhere there's some other problem. Most of the time, I'll tell you, I don't even get a reply. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന എന്നെ പോലെയുള്ള ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ പോലുള്ള ജനപ്രതിനിധികൾ, അവരെ സംബന്ധിച്ചോളം വലിയ അസ്വസ്ഥതയാണ് ഉള്ളത്. കാരണം ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. പലപ്പോഴും കത്തുകളായിട്ട് എഴുതാറുണ്ട്. പല വിഷയങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തും. പക്ഷേ ആ ഇടപെടലുകൾക്കൊന്നും ഫലപ്രദമായ ഒരു പരിഹാരം അതുണ്ടാകുന്നില്ല. കാരണം പലപ്പോഴും അത് എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിലച്ചു പോവുകയാണ്. പലപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തിൻ്റെ നിസ്സഹകരണം മൂലം പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാൻ തന്നെ ഒട്ടേറെ വിഷയങ്ങളിൽ പല കത്തുകൾ ഈ കേരളത്തിലെയും കേന്ദ്രത്തിലെയും മന്ത്രിമാർക്കുൾപ്പെടെ അവരുടെ ശ്രദ്ധയിൽ കത്തുകളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവരൊന്നും പലപ്പോഴും ഒരു മറുപടി പോലും ആ കത്തിന് തരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. And I'm talking about the state government now. Because the normal course of work, even with the central government, there's a normal course of work. If I write, they will reply. If there's some problem to be solved, if they can solve, they'll solve it. If they can't solve, they'll say so. But not with the state government. So I'm a woman, I'm persistent. So I keep writing to them and I say, last letter you did not reply, please reply. So I keep pushing. As an MP, I feel it's my job, it's my duty. If something has to be done from state government, I have to try to get it out of them. But what I cannot understand is how can they be in government for 10 years and just not care? ഞാൻ ഈ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പറയാം. കേന്ദ്ര സർക്കാരിനോട് ചിലപ്പോൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവരതിനെ സംബന്ധിച്ച് പ്രതികരിക്കുകയെങ്കിലും ചെയ്യും. അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ അവർ ചിലപ്പോൾ ചെയ്തു തരും. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അത് അറിയിക്കാറുമുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അവർ ഒരിക്കലും ഈ കാര്യങ്ങളെ ഒന്നും ഗൗരവത്തിലെടുക്കുന്നില്ല. പലതവണ കത്തുകൾ എഴുതിയിട്ടും ഇവരുടെ ശ്രദ്ധയിലെല്ലാം കൊണ്ടുവന്നിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടാവുന്നില്ല. ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ പലപ്പോഴും വളരെയധികം അതിനൊക്കെ പുറകെ പോയി നിർബന്ധം ചെലുത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പല വീണ്ടും അവരെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്തുകൾ എഴുതാറുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ പ്രതികരണം ഉണ്ടാവുന്നില്ല എന്നുള്ളത് വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. How can it be that their duty, their responsibility, their accountability towards the public has come down only to how can we stay in power? That's it. They are only interested in how they can stay in power and there is nothing more than that. എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിൻ്റെ അവരുടെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം, അവരുടെ കടമ
ആ കടമയെല്ലാം മറന്നുകൊണ്ട് കേവലം അധികാരത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുക എന്നുള്ള നിലയിലേക്ക് ഒരു സർക്കാരിന്, ഭരണകൂടത്തിന് താഴാൻ കഴിയുന്നത് മറ്റൊന്നും അവരുടെ ചിന്തയിലില്ല. ഭരണത്തിൽ നിലനിൽക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. Look at the MSP for rubber. LDF has failed to increase it to 250 rupees. The central government, BJP, who is in control of the rubber board, has not raised it to 300 either. നിങ്ങൾ റബ്ബർ കർഷകരെ കുറിച്ച് നോക്കുക. റബ്ബറിന്റെ അടിസ്ഥാന താങ്ങുവില എന്തുകൊണ്ടാണ് ഈ സർക്കാർ 250 രൂപയായിട്ട് ഉയർത്താത്തത്? അതേസമയം കേന്ദ്ര റബ്ബർ ബോർഡാണെങ്കിലും അത് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നിടത്തേക്ക് അത് കൊണ്ടുവരാൻ, ആ വില ഉയർത്തുവാൻ അവരും തയ്യാറാവുന്നില്ല. You have such a big problem of man-animal conflict here. Most of the crops get eaten up by animals. It is a complicated, complex problem. Nobody is saying that you can solve it like this. It's not possible to solve it like this. But with goodwill, with support of government, all of us, whichever political party we belong to, we can get together. We can think of how to work with the community, with those, with the forest department, with the officers, everybody together to try and solve this problem. But there's absolutely no will to do it. നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വന്യജീവി സംഘർഷം, മനുഷ്യ വന്യജീവി സംഘർഷം. അത് ചെറിയൊരു വിഷയമല്ല, വളരെ സങ്കീർണമായൊരു വിഷയമാണ്. അതൊരു ഒറ്റ നടപടി കൊണ്ട് ആ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ അതിന് ആ ജനങ്ങളുമായി സംവദിച്ച് അവിടുത്തെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സമൂഹങ്ങളിൽപ്പെട്ട മനുഷ്യർ, അതുപോലെ തന്നെ നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്ന് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടത്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള യാതൊരു നടപടികളും ഉണ്ടാവുന്നില്ല. So for us who represent you and belong to the opposition, UDF, it is truly a tragedy. We feel that it's tragic that we cannot do more. We want to do more. And that's why I'm standing before you today, over here at this occasion of this election campaign, to urge you to look back at your 10 years. Has your life become better? Has, from the government of Kerala, have you got any support? Have you felt that if you educate your children, they'll get a good job here? They won't have to go and look for jobs abroad, to the Middle East, where today they are unsafe. Do you feel that after everything you've done to make your family strong, you have opportunities that are given to you by the government's policies? Do you feel, my sisters, go shopping, you go to buy your daily groceries, don't you feel every day the pinch that the price is rising of everything, whether it's LPG or whether it's vegetables, fruits, whatever it is? If you look back at 10 years, can you say that actually my life has become better? അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ജനപ്രതിനിധികൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ പല വിഷയങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. ഒരു ഭരണകൂടം നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷം നമ്മളുടെ ജനങ്ങൾക്ക് എന്ത് ഗുണപരമായ മാറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചത് ഈ സർക്കാരിനോട്? നമ്മുടെ തൊഴിലാളികൾക്ക്, കർഷകർക്ക്, യുവാക്കൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് ഗുണപരമായ മാറ്റമാണ് കഴിഞ്ഞ 10 വർഷം ഉണ്ടായത് എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവിയെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ, ഗൾഫ് മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധം, അതെല്ലാം വലിയ പ്രതിസന്ധിയാണ് നമുക്കുണ്ടാവുന്നത്. ആ പ്രതിസന്ധി എല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് എന്താണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ആവശ്യപ്പെടുന്നത്. And the sad thing is that you cannot say your life has got better. What you probably can say is that at every step there have been new hurdles, there have been new problems. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നിങ്ങൾക്കൊരിക്കലും കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. എന്നു മാത്രമല്ല, നമ്മൾ ഓരോ ചുവട് മുന്നിലേക്ക് ഈ ജീവിതത്തിൽ വെക്കുമ്പോഴും പുതിയ പുതിയ പ്രതിബന്ധങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. Today there is record unemployment in your state. ഇന്ന് കേരളത്തിൽ ഈ തൊഴിലില്ലായ്മ അതിന്റെ ഏറ്റവും അധികം ഉള്ള ഒരു റെക്കോർഡ് അവസ്ഥയിലാണ്. The burden of debt is rising. കടബാധ്യത, വല്ലാതെ കടബാധ്യത ഉയർന്നിരിക്കുന്നു. The healthcare situation is bad. നമ്മുടെ ആരോഗ്യരംഗം തകർന്നിരിക്കുന്ന സാഹചര്യമാണ്. The whole healthcare structure is crumbling. നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ മുഴുവൻ സംവിധാനവും തകർന്നു പോയിരിക്കുന്നു. The best nurses, doctors come from Kerala. But they are not working here. I see them in Delhi. I talk to them when I go to the hospital with my mother.
And they tell me, the job, one of the sisters told me, she said, the job that I was getting in Kerala was paying me nothing. And they wanted me to do an internship after I had studied so much. So I decided to come here. ഏറ്റവും അധികം നഴ്സുമാരുള്ളത് കേരളത്തിലാണ്. ഏറ്റവും നല്ല അവസരങ്ങളുള്ള അവരിവിടെയാണ്. പക്ഷേ അവർക്കൊന്നും ഇവിടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അവർ പലരും ഡൽഹിയിൽ ഞാൻ പല നഴ്സുമാരെയും കണ്ടിട്ടുണ്ട്. അവരവിടെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും അവിടെ ലഭിക്കുന്ന ശമ്പളം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അവർ എത്രമാത്രം ജോലി ചെയ്താലും അവർക്ക് മതിയായ ശമ്പളം ലഭിക്കുന്നില്ല എന്ന് അവരെന്നോട് പറയാറുണ്ട്. Instead of using the resources of your state to help you, to make you stronger and make your future stronger, your resources are being given to people like Adani. നിങ്ങളുടെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, നിങ്ങളെ കരുത്തരാക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സർക്കാർ അതൊന്നും ചെയ്യാതെ നിങ്ങളുടെ ഈ മനുഷ്യ വിഭവം ഉൾപ്പെടെ അദാനിയുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. And both the BJP and the LDF government have this in common. They basically work for big corporates. ഇവിടെ LDF ആണെങ്കിലും BJP ആണെങ്കിലും അവർ രണ്ടുപേരുടെയും ഈ സാമ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ പ്രവർത്തിക്കുന്നത് മുഴുവൻ കുത്തകകൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. There's corruption at every step. The big corporates, if they look at the last 10 years, will say they've done very well, but the public cannot say that. ഇവിടെ നോക്കൂ, ഏത് മേഖലയിൽ നോക്കിയാലും അഴിമതിയാണ്. ഈ രാജ്യത്തെ വലിയ കുത്തകകളോട് ചോദിച്ചാൽ അവർ വലിയ രീതിയിൽ പണം സമ്പാദിക്കുന്നു, വലിയ രീതിയിൽ അവരുടെ വരുമാനം ഇരട്ടിയാക്കുന്നു. പക്ഷേ സാധാരണക്കാരുടെ മനുഷ്യരോട് നോക്കിയാൽ അവർക്കൊന്നും ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല. And in the last few years you can see they have an understanding. BJP and LDF have a quiet understanding. It's very clear. Anyone who understands politics can see it clearly. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ രാഷ്ട്രീയം അറിയാവുന്നവരെല്ലാവരും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും LDFും BJPയും തമ്മിൽ ഒരു ധാരണയുടെ പുറത്താണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. You know, Rahul ji has so many cases against him. ED, income tax, this, that, criminal cases here in every different state. All of us who speak against the BJP, all of us who stand for what we believe is right, and all of us who are fighting for the truth, everybody has cases from all the agencies. But Chief Minister of Kerala doesn't have any case. Not one case against him put by the central government. നിങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധിക്കെതിരെ ഈ രാജ്യത്ത് മുഴുവനും ഒട്ടേറെ കേസുകളുണ്ട്. അദ്ദേഹത്തിനെതിരെ പല ക്രിമിനൽ കേസുകൾ വരെ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ ED, ഇൻകം ടാക്സ്, അതുപോലെ എല്ലാ കേന്ദ്ര ഏജൻസികളും അദ്ദേഹത്തിന്റെ പിന്നാലെയാണ്. പക്ഷേ കേരളത്തിലെ പിണറായി വിജയനെതിരെ ഒരൊറ്റ കേസ് പോലും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാർ ഒരു കേസ് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. There is a big robbery in Sabarimala, no case. ശബരിമലയിൽ വലിയ ഒരു സ്വർണ്ണക്കൊള്ള നടന്നു, പക്ഷേ ഒരു കേസും ഇല്ല. And just see, who does the LDF have this understanding with? With the BJP? Look at the persecution of minorities that the BJP has done. നിങ്ങൾ നോക്കൂ, ആരോടൊപ്പമാണ് ഇവർ ഈ ധാരണ ഉണ്ടാക്കുന്നത്? ഈ BJPയോടൊപ്പമാണ്. നമ്മുടെ ന്യൂനപക്ഷ സമൂഹത്തെ ഈ BJP എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. I worked for so many years with Mother Teresa's sisters, and I worked in different homes of theirs. And when I visit them today, they tell me how much they are harassed by the agencies. How 3-4 in the morning they will come and they'll raid their homes, they'll go into the sisters' parlors. നമുക്ക് ഞാൻ ഒട്ടേറെ മദർ തെരേസയുടെ ഉൾപ്പെടെയുള്ള അഭയകേന്ദ്രങ്ങളിൽ അവരുടെ മിഷനറിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടേറെ അവരുടെ ഭവനങ്ങളിലെല്ലാം പോയിട്ടുള്ളതാണ്. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ഇന്ന് അവർ പറയുന്നു, ഇന്ന് പുലർച്ചെ 3 മണിയും 4 മണിയെല്ലാം ആവുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ അടുത്തേക്ക് ഇഴച്ചു ചെല്ലുകയാണ്, അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്, അവരെ ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അവരെ ഹരാസ് ചെയ്യുകയാണ്. These are women who have left everything to serve people, to serve those who have less than them, to pick up people who have got worms in them, who are lying on the street, have nobody to look after them. These are sisters who look after orphan children. Just like so many over here, I see so many
charities which are run by Islamic institutions which are doing tremendous work. ഇവരെല്ലാവരും പാവപ്പെട്ട ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നവരാണ്. വഴിയരികിൽ പുഴുവരിച്ചു വരെ കിടക്കുന്ന മനുഷ്യരെ കൊണ്ടുപോയി അവരെ പരിപാലിക്കുന്നവർ, അതുപോലെ തന്നെ ഒട്ടേറെ മനുഷ്യരെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ പ്രവർത്തിക്കുന്നവർ. പക്ഷേ അതുപോലെ തന്നെയാണ് നമ്മുടെ മുസ്ലിം സംഘടനകൾ. ആ മുസ്ലിം സംഘടനകളും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമായ രീതിയിൽ നടത്തുന്നവരാണ്. And now they are being attacked daily by organizations and by the policies of the BJP. ഇന്ന് അവരെ ദിവസേന എന്നോണം ഈ BJPയുടെ സർക്കാരിന്റെ സംഘടനകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും അവരുടെ നയങ്ങളും കൊണ്ട് അവരെ ആക്രമിക്കുകയാണ്. The most beautiful thing I have seen here in Wayanad is how you all, no matter which religion you belong to, you live as one community, one family. ഞാൻ ഏറ്റവും മനോഹരമായ കാഴ്ച ഇവിടെ കണ്ടിട്ടുള്ളത്, ഏത് മതത്തിൽപ്പെട്ടാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ കാര്യം. When I say Wayanad, I mean Wayanad Lok Sabha. ഞാൻ വയനാട് എന്ന് പറയുമ്പോൾ വയനാട് ലോക്സഭ മുഴുവനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. Meaning including Nilambur. നിലമ്പൂർ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. So I have seen this with my own eyes. I have experienced the spirit of Kerala, which is the spirit on which our country was made. The spirit of democracy, the spirit of free expression, of saying, of fighting for your rights, of protesting, of asking, of demanding, all of which under the LDF government and under the government at the center as well have been stifled. ഞാൻ സംസാരിക്കുന്നത് ഞാൻ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഇത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൂല്യങ്ങളെ തന്നെ അടിസ്ഥാനം ആണ് കേരളത്തിൽ നമ്മൾ കാണാൻ സാധിക്കുക. അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ നിർഭയം, അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് അവകാശപ്പെട്ടത് ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമെല്ലാം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇന്ന് ഇത് കേരളത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ കീഴിലും അതെല്ലാം ഇന്ന് ഭീഷണിയിലാണ്. How many months my Asha and Anganwadi sisters protested? 24 hours, 7 days a week they have to be available. If the phone rings at 2 o'clock in the morning, they have to get up and go and help. How many months they protested, but the LDF government didn't listen to them. Only before the election, suddenly, they decided to listen to them and talk to them. നമ്മുടെ അംഗനവാടി ആശാ വർക്കർമാർ എത്ര നാളുകളാണ് അവർ പ്രതിഷേധിച്ചത്. അവർ ഈ സർക്കാരിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗവും അവർ സ്വീകരിച്ചു. ഏത് സമയവും അവർക്ക് പ്രവർത്തനത്തിൽ ലഭ്യമാവേണ്ട ഒരാളാണ്. 24 മണിക്കൂർ ഒരു ദിവസം, ഒരാഴ്ചയിൽ 7 ദിവസവും, ഒരു വർഷം മുഴുവനും രാത്രി 2 മണിക്ക് അവർക്ക് ഒരു കോൾ വന്നാൽ, ഒരു ഫോൺ കോൾ വന്നാൽ അവരപ്പോൾ പ്രവർത്തനത്തിന് പോകണം. അത്രമാത്രം വലിയ കഠിന പ്രയത്നം ചെയ്യുന്നവരുടെ കഷ്ടതകൾ ഈ സർക്കാർ ചെവിക്കൊണ്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നതിന് തൊട്ട് മുൻപാണ് അവരെ കുറിച്ച് ഈ സർക്കാർ ഓർത്തത്. Both the central government and the state government, their policy is to run and to rule and to run things through fear. ഈ കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ഒരു നയം എന്ന് പറയുന്നത് ഭരണത്തെ അവർ ഭയപ്പെടുത്തി ഭരിക്കുക എന്നുള്ള നയത്തിലാണ് ഈ രണ്ടുപേരും ഇന്ന് പ്രവർത്തിക്കുന്നത്. And sisters and brothers, only one type of person and one type of leadership does that. The leadership of cowardice. A leader who cannot hear criticism. A leader who will not allow protest. A leader who will stifle expression. Who wants everybody to be uniform and quiet in front of him. Is not a leader. He's a coward. പ്രിയപ്പെട്ടവരെ, അത് ഒരു നേതാവ് മാത്രമാണ് അത്തരത്തിലുള്ള ഇത് ചെയ്യാൻ കഴിയുക. അത് ഏത് തരത്തിലുള്ള നേതാക്കന്മാരാണ്? ഭീരുക്കളായ നേതാവിന് മാത്രമേ അത്തരത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. അഭിപ്രായങ്ങളെ അടിച്ചമർത്തുക, എല്ലാവരെയും ഒരേ ഒരു ഇതിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ അവരുടെ വിമർശനങ്ങളെ ഇല്ലാതെയാക്കുക, ഇത് ചെയ്യുന്നത് ഭീരുത്വമായ ഒരു നേതൃത്വത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. And where have we seen greater cowardice than in the Prime Minister's reaction to the war in the Middle East? നമ്മൾ എവിടെയാണ് ആ ഭീരുത്വം ഏറ്റവും അധികം ഇന്ന് കാണുന്നത്? ഇന്ന് മധ്യപൂർവേഷ്യ രംഗത്ത് നടക്കുന്ന ഇന്നത്തെ യുദ്ധം നടക്കുമ്പോഴാണ് നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ഭീരുത്വം നമ്മൾ ഇന്ന് ഏറ്റവും അധികം കാണുന്നത്. Lakhs of our brothers and sisters are stuck there. Our sons and daughters are stuck there.
there's no plan. No plan for their safety, no plan for their security. Instead, our Prime Minister goes 2 days before that, before the war breaks out, and he goes and bows down before America, bows down before Israel. നമ്മുടെ ഇപ്പോൾ മധ്യപൂർവേഷ്യൻ രംഗത്ത് നടക്കുന്ന ഈ സംഘർഷം നമ്മുടെ എത്രമാത്രം മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ആ യുദ്ധത്തിനിടയിൽ ഇന്ന് പെട്ടുകിടക്കുന്നത്. നമ്മുടെ സർക്കാരിന് അവർക്ക് സുരക്ഷ നൽകാൻ, അവരെ ഒന്ന് സഹായിക്കാൻ നമ്മുടെ സർക്കാരിന് യാതൊരു നയവുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഇസ്രായേലിലായിരുന്നു. അദ്ദേഹം ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ നമ്രശിരസ്കനായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന് മുമ്പിൽ നമ്രശിരസ്കനായി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിൽക്കുകയാണ്. He is so scared of them, he cannot stand up for his own country. He makes a deal with the Americans in which we have to buy 9 lakh crore of their goods, in which our farmers like the people here in Nilambur who are trying to make a living and not being able to, have to compete with their big mechanized farms. അവർ നോക്കൂ, ആ ഭീരുത്വം എന്താണെന്ന് നോക്കൂ. അദ്ദേഹത്തിന്റെ ഭീരുത്വം കാരണം നമുക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാവുന്നത്. ആ ഭീരുത്വത്തിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഉണ്ടാക്കിയത്. നമ്മുടെ നിലമ്പൂരിലെ പോലെ പാവപ്പെട്ട കർഷകർ, ആ കർഷകർ ഇന്ന് വ്യാപാര കരാറിലൂടെ ഇന്ന് മത്സരിക്കേണ്ടി വരുന്നത് അമേരിക്ക പോലെയുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു രാജ്യത്തെ കർഷകരോടാണ്. നമ്മൾക്ക് 9 ലക്ഷം കോടിയുടെ അമേരിക്കൻ ഉൽപ്പന്നം വാങ്ങാൻ ഈ വ്യാപാര കരാറിലൂടെ നമ്മൾ നിർബന്ധിതമായിരിക്കുകയാണ്. He has signed away our energy security. Our whole future is now dependent on what America wants. They tell us when to buy oil, where to buy oil, from whom to buy oil. നമ്മുടെ ഊർജ സുരക്ഷ ഇന്ന് കീഴടക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കയ്ക്ക് മുമ്പിൽ അടിയറവ് വെച്ചിരിക്കുന്നു. ഇന്ന് അമേരിക്കയാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഓയിൽ, എണ്ണ എവിടെ നിന്ന് മേടിക്കണം, എത്ര മേടിക്കണം, എപ്പോൾ മേടിക്കണമെന്ന് നമ്മളോട് ഇന്ന് അമേരിക്ക നിയന്ത്രിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. Why? എന്തുകൊണ്ട്? Because he is compromised. Because our Prime Minister is compromised. Because his name was coming in the Epstein files. Because his friend Adani has cases against him in America. എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. എന്താണ് അതിന് കാരണം? അദ്ദേഹത്തിന്റെ പേര് എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പേരുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അദാനിക്ക് അമേരിക്കയിൽ അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. So on one side we have our Prime Minister on his knees before America, and on the other side we have the Chief Minister of Kerala on his knees before our Prime Minister, because he's compromised because of the corruption that he has been doing. അതുകൊണ്ട് ഒരു വശത്ത് നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുണ്ട്. അമേരിക്കയുടെ മുന്നിൽ മുട്ടിലിഴയുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. പക്ഷേ അതേസമയം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയുടെ മുൻപിൽ മുട്ടിലിഴയുന്ന സാഹചര്യമാണ് ഉള്ളത്. And who's paying for all this? You are paying for all this. പക്ഷേ ഇതിനെല്ലാം വില കൊടുക്കേണ്ടി വരുന്നത് ആരാണ്? നമ്മളെ പോലെയുള്ളവരാണ് ആ വില കൊടുക്കേണ്ടി വരുന്നത്. Governments are being run by cowards who are running governments only to protect themselves. They are not giving you the money that belongs to you. They are not spending the resources they should be on you. And every day you are paying more and more and more, whether it's for your vegetables, for your fruits, for your LPG, for your oil, for everything. ഈ 2 സർക്കാരുകളും അവർ ഭരിക്കുന്നത്, ഇന്ന് അഭീരുക്കൾ ഭരിക്കുന്നത് ഈ നാടിന്റെ വിഭവങ്ങളെ വെച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ട അർഹിക്കുന്ന വിഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നില്ല. നിങ്ങളുടെ പച്ചക്കറികൾക്ക് വേണ്ടി, നിങ്ങളുടെ ഫ്രൂട്ട്സിന് വേണ്ടി, അതുപോലെ നിങ്ങളുടെ ജീവിത ചെലവിന് വേണ്ടി നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൂടുതലായി ഇന്ന് പണം ചെലവാക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. You have a chance now. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരമുണ്ട്. അത് ഏപ്രിൽ 9-നാണ് ആ അവസരം. It's a chance to change your lives. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് അത്. It's a chance to show the rest of the country that you want accountable leaders. നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ മറ്റുള്ള സംസ്ഥാനങ്ങളോട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നതാണ്, ഈ ജനത ആവശ്യപ്പെടുന്നത് ജനങ്ങളോട് ഉത്തരം പറയുന്ന ഒരു നേതൃത്വത്തെയാണ് ആവശ്യം എന്ന് മറ്റ് സംസ്ഥാനങ്ങളോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. That you are fed up of politics that wants to make you fight, fed up of politics of self-serving leadership,
and you want a politics for development, for a stronger future. നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന നേതൃത്വത്തെ കൊണ്ട് നിങ്ങൾ മടുത്തിരിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കഴിയാത്ത നേതൃത്വത്തെ കൊണ്ട് നിങ്ങൾ മടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കേൾക്കുന്ന ഈ നാടിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു നേതൃത്വം വേണം എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള സമയമാണ്. Governments cannot be run by fear, but there has to be fear in the hearts of every representative, every politician and every leader when he comes in front of the public. And that fear has to be a fear of accountability. That if I don't do this, I will be asked a question. I will not be elected again. That fear must be there in the hearts of all of us here on this stage. And it is your duty and your responsibility towards your children, towards your state and towards your country to instill that fear into the hearts of all those who represent you. സർക്കാരുകൾ ഭയം കൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഭയമായിരിക്കരുത് സർക്കാരിന്റെ ജനങ്ങളോടുള്ള സമീപനം. പക്ഷേ ആ സർക്കാരിനെ നയിക്കുന്നവർക്ക് അവരുടെ മനസ്സിൽ ഭയമുണ്ടാവണം. ആ ഭയം ഞങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ട് എന്നും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ഭയമായിരിക്കണം. ആ നേതൃത്വത്തെ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് പോലും ജനങ്ങളോട് ആ ഉത്തരം പറയേണ്ടി വരുന്ന ഭയം അവരുടെ മനസ്സിനകത്ത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. It should be very, very clear to each one of us that it is your power that we are privileged and honored to be able to use to help you. This power does not belong to us. It belongs to you. നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം, ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്ന അധികാരം, ആ അധികാരവും അല്ലെങ്കിൽ സവിശേഷമായ കാര്യങ്ങളും അതെല്ലാം നിങ്ങളുടെ അധികാരത്തിൽ നിന്ന്, നിങ്ങളുടെ കരുത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് എന്നുള്ള കൃത്യമായ ബോധ്യം വേണം. നിങ്ങളുടെ മുന്നിലാണ്, നിങ്ങളുടെ കരുത്താണ് ഈ നാടിനെയും ഈ നേതാക്കന്മാരെയും നയിക്കുന്നത് എന്നുള്ള ബോധ്യം വേണം. And you will see this reflected in the UDF policies. അത് നിങ്ങൾക്ക് ഈ UDFന്റെ മുന്നോട്ട് വെക്കുന്ന നയങ്ങളിൽ ആ ഭയം, ആ ജനങ്ങളോടുള്ള ഭയം പ്രതിഫലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. In Rajasthan, when there was a Congress government, 25 lakh rupees of health insurance was given to every household. So even if you had if you had cancer, a very serious disease, your cure up to 25 lakhs was taken care of by the government and you could get that treatment for free, even if it was a surgery. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നമ്മൾ അവതരിപ്പിച്ച ഒരു ഇൻഷുറൻസ് ഉണ്ട്, സമഗ്ര ഇൻഷുറൻസ്. ഏത് ഒരു അസുഖം, ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖം കുടുംബത്തിലുണ്ടായാൽ അവരുടെ ചികിത്സാ ചെലവുകൾ മുഴുവൻ അത് ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതി അത് നമ്മൾ രാജസ്ഥാനിൽ നടപ്പാക്കി കാണിച്ചിട്ടുണ്ട്. This is a policy that shows understanding and it shows compassion and it shows clarity that your money should be in your hands. So as part of our 5 guarantees here in Kerala, this is our first guarantee that every household will get 25 lakhs of health insurance and to cover any kind of medical cure and assistance. അത് ആ നയത്തിൽ സർക്കാരുകളുടെ സഹാനുഭൂതിയുള്ള കരുണയുള്ള നയമായിരിക്കണം അത്. അതുകൊണ്ട് UDF അധികാരത്തിലേക്ക് വന്നാൽ നമ്മൾ നൽകുന്ന ഗ്യാരണ്ടികളിൽ ആദ്യത്തെ ഗ്യാരണ്ടിയായി ഒരു കുടുംബത്തിന് അവർക്ക് ചികിത്സയ്ക്ക് പോകേണ്ടി വന്നാൽ ഒരു വർഷം 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് അവർക്ക് ലഭ്യമാക്കുമെന്ന് നമ്മൾ ആദ്യത്തെ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്നു. Second guarantee is that if any young man or woman wants to start a small business, it's very difficult today. Where does he get that initial amount to start any small little business of his own? So the second guarantee is that if our government comes into power, we want to be able to give young men and women who want to start their own business 5 lakh rupees of interest-free loan. നമ്മൾ നൽകുന്ന രണ്ടാമത്തെ ഗ്യാരണ്ടി, നമ്മുടെ യുവാക്കൾ, ചെറുപ്പക്കാരായ യുവാക്കൾ അവർക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങേണ്ടി വന്നാൽ ഇന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ ആദ്യത്തെ പ്രവർത്തന ചെലവ് അവർക്ക് കണ്ടെത്താൻ വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ UDF അധികാരത്തിലേക്ക് വന്നാൽ നമ്മുടെ രണ്ടാമത്തെ ഗ്യാരണ്ടി പറയുന്നു, ഏത് സംരംഭകനായിട്ടുള്ള യുവാവും ഉണ്ടെങ്കിൽ അവർക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ നമ്മൾ അവർക്ക് ലഭ്യമാക്കും. Third guarantee is 1,000 rupees per month for all college going girls. മൂന്നാമത്തെ നമ്മുടെ ഗ്യാരണ്ടി,
കോളേജിൽ പോകുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും പെൺകുട്ടികൾക്ക് നമ്മൾ 1000 രൂപ എല്ലാ മാസവും അവർക്ക് ലഭ്യമാക്കും. Fourth one is free bus travel on all the government buses for all our sisters. No matter where in Kerala you want to go, how many times you want to go, visit your relatives, go on pilgrimages, wherever you would like to go, your travel will be free on those buses. അടുത്ത ഗ്യാരണ്ടി നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ KSRTC ബസ്സുകളിൽ അവർക്ക് 1 രൂപ പോലും കൊടുക്കാതെ സൗജന്യമായി യാത്ര ചെയ്യാം. എവിടെ വേണമെങ്കിൽ പോകണമെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കളെ കാണാൻ, അതല്ലെങ്കിൽ നിങ്ങൾ അമ്പലങ്ങളിലോ പള്ളികളിലോ നിങ്ങൾ പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ എത്ര പ്രാവശ്യം പോയാലും 1 രൂപ പോലും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല. അതാണ് അടുത്ത ഗ്യാരണ്ടി. And the fifth one is 3,000 rupees per month pension for senior citizens, and we will make a ministry for senior citizens to address all their needs and to give them the support they need. Older people, they spend their lives looking after their families, and at the end of their lives we want them to be comfortable and secure. നമ്മൾ നൽകുന്ന അടുത്ത 5ാമത്തെ ഗ്യാരണ്ടി, നമ്മുടെ മുതിർന്ന പൗരന്മാർ അവരുടെ ജീവിതം മുഴുവൻ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നൽകിയതാണ്. അവർക്ക് അവസാന കാലഘട്ടത്തിൽ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ അവർക്ക് സാമ്പത്തിക സംരക്ഷണം വേണം. അതുകൊണ്ട് നമ്മൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും. അതുമാത്രമല്ല, ആ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു വകുപ്പ് കൂടി നമ്മൾ രൂപീകരിക്കും. So these are just a few of the many things we want to do. We have a vision for the development of the state. We want you to move forward fast and strong. We want you to be able to have job opportunities here. We want our younger generation to create a bright future for themselves. So if you support our candidate Aryandan ji in this election, please come here. If you support Aryandan ji in this election and you strengthen our hands, we get a state government in Kerala. I hope that I will also be able to do a lot more for you than we are doing right now. It's really my wish to be able to do everything that we can. So strengthen our hands, support us, and you see, create an honest, a clean government, a government that actually works hard for you and not just to stay in power. Thank you very much. Thank you for sitting and waiting. And I told you I won't lecture you, but I think I lectured you anyway. What to do? ഇവിടെ പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ വളരെ ചുരുക്കം കാര്യങ്ങളാണ്. വലിയ ദീർഘവീക്ഷണത്തോടുകൂടി വലിയ ഒരു പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളാണ്. ആ നയം ജനങ്ങൾ ഏറ്റെടുക്കും. ഇവിടെ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം. അദ്ദേഹം ജയിച്ചാൽ ഒരു MP എന്ന നിലയ്ക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അതേറെ സഹായകമാകും. ഈ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ ശ്രമമുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് UDFനെ സംരക്ഷിക്കണം. ഞാൻ നിങ്ങളെ എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ വലിയ പ്രസംഗം നടത്തില്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ സംസാരിച്ചപ്പോൾ അതൊരു നീണ്ട പ്രസംഗം തന്നെയായിപ്പോയി എന്നെനിക്കറിയാം. ഇവിടെ എത്തിയ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.